ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മാത്തമെറ്റിക്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഫ്രണ്ട്സ് ഇൻ ഷെൽഫിലെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ ആക്ടിവിറ്റീസ് പാർട്ട് 1 ചെയ്ത് കഴിഞ്ഞു. അത് 64 മുതൽ 70 വരെയുള്ള പേജുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് 71 മുതലുള്ള പേജുകളാണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണായിട്ട് വീഡിയോസ് കൊടുത്തേക്കാം. അതുപോലെ 1ാം ക്ലാസ്സിലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ നമുക്ക് പേജ് നമ്പർ 71 മുതൽ നോക്കി തുടങ്ങാം. നോ വൺ ഈസ് ദ ലാർജസ്റ്റ്. ആരും വലുതല്ല. റൗണ്ട് ദ ബിഗ് നമ്പർ ഇൻ ദ ഈച്ച് റോ. താഴെ തന്നിരിക്കുന്ന ഓരോ റോയിലും വലിയ നമ്പർ ഏതായാലും അതിനെ റൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സെറ്റ് നോക്കിയേ. 23, 32, 26, 34, 17, 24. ഇതിലേതാണ് വലിയ നമ്പർ? ഏറ്റവും വലിയ നമ്പർ 34, 34 ആണ്. അപ്പോൾ അത് റൗണ്ട് ചെയ്യാം. അടുത്ത സെറ്റ് ഓഫ് നമ്പർ നോക്കൂ. 53, 13, 36, 27, 18, 63. ഏതാണ് ഇതിൽ വലിയ നമ്പർ? 63 ആണല്ലേ. അപ്പോൾ 63 നമുക്ക് വട്ടം ഇടാം. റൗണ്ട് ചെയ്തല്ലോ. അടുത്തത് തേർഡ് സെറ്റ് നോക്കൂ. 57, 48, 58, 47, 62, 43. ഏതാണ് വലിയ നമ്പർ? 62, 62. അത് റൗണ്ട് ചെയ്യാം. ഫോർത്ത് സെറ്റ് നോക്കൂ. 65, 73, 28, 61, 54, 49. ഏതാണ് വലിയ നമ്പർ? 73. അപ്പോൾ 73 വട്ടം ഇടുക. 73 വട്ടം ഇടുക. റൗണ്ട് ചെയ്തല്ലോ. ഇനി ഫിഫ്ത്ത് സെറ്റ് നോക്കൂ. 25, 20, 31, 42, 39, 48. ഏതാണ് വലിയ നമ്പർ? 48, 48. അത് റൗണ്ട് ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ. റൈറ്റ് ദ ലാർജർ നമ്പർ ഇൻ ഈച്ച് റോ. ഓരോ നിരയിലുമുള്ളതിൽ ഏതാണ് വലിയ നമ്പർ? അത് ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെറ്റിൽ 34 വലിയ നമ്പർ. അപ്പോൾ 34 എഴുതാം. സെക്കൻഡ് റോയിൽ 63 ആണ് വലിയ നമ്പർ. അപ്പോൾ 63 എഴുതാം. തേർഡ് റോയിൽ 62 ആണ് വലിയ നമ്പർ. അത് എഴുതാം. ഫോർത്ത് റോയിൽ 73 ആണ് വലിയ നമ്പർ. അത് എഴുതാം. അടുത്ത് ഫിഫ്ത്ത് റോയിൽ 48 ആണ് വലിയ നമ്പർ. അപ്പോൾ അവിടെ 48 എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് നമ്പർ എഴുതേണ്ടത് ബോക്സിൽ? 34, 63, 62, 73, 48. ഇനി അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ദ ബോക്സ്? ബോക്സിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 73 ആണല്ലേ. 73. ആ ബോക്സിൽ 73 എഴുതാം. ഐ ആം ദ ലാർജസ്റ്റ്. അപ്പൊ 73 പറയുകയാണ് ഞാനാണ് വലുത് എന്ന്. അപ്പോ അടുത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു 75, 75 എഴുതിയിട്ടുണ്ട്. ഐ ആം ദ ലാർജർ ദാൻ യു. നിന്നെക്കാളും വലുത് ഞാനാണെന്ന് 75 പറയുന്നുണ്ട് അല്ലേ. അപ്പൊ 73നേക്കാളും വലുത് ആരാണ്? 75. നെക്സ്റ്റ് പേജ് നോക്കാം. ബ്ലൂ കളറിൽ അവിടെ 9 എഴുതിയിട്ടുണ്ട് അല്ലേ. ഐ ആം 9. ഞാൻ 9 ആണ്. ഐ ആം സ്മാളർ ദാൻ യു. ഞാൻ നിന്നേക്കാൾ ചെറുതാണ്. ഐ ആം ദ ലാർജസ്റ്റ് ഓഫ് 1 ഡിജിറ്റ് നമ്പേഴ്സ്. ഞാൻ 1 ഡിജിറ്റ് നമ്പറിൽ ഏറ്റവും വലുതാണ്. ഒറ്റ സംഖ്യയിൽ ഏറ്റവും വലുതാണ്. ഐ ആം മേഡ് വെൻ 9 ones ആർ ആഡഡ്. എന്ന് പറഞ്ഞാൽ എന്താ? 9 ഒന്നുകൾ ആഡ് ചെയ്താൽ എന്നെ കിട്ടും. 9 ഒന്നുകൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 9 കിട്ടും. ഐ ആം 3 threes ടുഗദർ. 3 മൂന്നുകൾ ആഡ് ചെയ്താലും എന്നെ കിട്ടും. എന്താ? 3 + 3 + 3 9 ആണല്ലേ. 3 + 3 + 3 = 9 ആണ്. ഐ ആം ദ സം ഓഫ് 5 and 4. 5ന്റെയും 4ന്റെയും സം എടുത്താൽ എന്നെ കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താ? 5ഉം 4ഉം കൂട്ടിയാൽ ഞാനാണ്. 5 + 4 = 9 ആണ് അല്ലേ. 2 4s and 1 make me. 2 4ഉം 1 1ഉം കൂട്ടിയാൽ എന്നെ കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താ? 4 + 4 + 1 = 9 ആണ്. ഇഫ് 1 is gone from 10 then I am the answer. 10ൽ നിന്നും 1 പോയാൽ ഞാനായി. 10 - 1 = 9 ആണല്ലോ. ഡു ഐ നീഡ് ടു സേ എനിത്തിങ് മോർ? ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയണോ? വേണ്ടല്ലേ. ഇതെല്ലാത്തിൻ്റെയും ആൻസർ 9 ആണ്. ഐ ആം ദ ലാർജസ്റ്റ്. അതാരാ പറയുന്നത്? 10. 9നേക്കാൾ വലുതാണ് ആര്? 10 അല്ലേ. നെക്സ്റ്റ് പേജ് നോക്കാം. സ്മോൾ ആൻഡ് ലാർജ്. ചെറുതും വലുതും. സ്മോളസ്റ്റ് ചെറിയത്, ലാർജസ്റ്റ് വലിയത്. സീ ദ നമ്പർ കാർഡ്. താഴെ തന്നിരിക്കുന്ന നമ്പർ കാർഡുകൾ നോക്കൂ. 45, 8, 16, 23, 3, 48, 27, 19, 31.
നൗ റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്മോളസ്റ്റ് നമ്പർ, ഏറ്റവും ചെറിയ നമ്പർ ഇതിലേതാണ്? 3 ആണല്ലേ, 3. ദ ലാർജസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ നമ്പർ ഇതിലേതാണ്? 48, 48 ആണ് ഏറ്റവും വലിയ നമ്പർ. നമ്പേഴ്സ് സ്മാളർ ദാൻ 20, 20നേക്കാൾ ചെറിയ നമ്പർ ഏതൊക്കെയാണ്? 20നേക്കാൾ ചെറിയ നമ്പർ ഇതിലുള്ളത് ഏതൊക്കെയാണ്? 3 ഉണ്ട്, 8 ഉണ്ട്, 16 ഉണ്ട്, 19 ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതിയാലോ? 3, 8, 16, 19. നമ്പേഴ്സ് ബിറ്റ്വീൻ 30 ആൻഡ് 40, 30നും 40നും ഇടയിലുള്ള ഏതൊക്കെ നമ്പറുകളുണ്ട്? 30നും 40നും ഇടയിൽ ഏതൊക്കെ നമ്പറുകളാണ് വരുന്നത്? 31 മുതൽ 39 വരെയുള്ള നമ്പർ വരും. 31, 32, 33, 34, 35, 36, 37, 38, 39. അത്രയും നമ്പർ 30നും 40നും ഇടയിലുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യാ കാർഡുകളിൽ 30നും 40നും ഇടയിലുള്ള ഏതൊക്കെ നമ്പറുകളുണ്ട്? 31, 31 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 31 ആൻസർ ആയിട്ട് എഴുതണം. നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 31, 31നേക്കാൾ വലിയ നമ്പറുകൾ ഏതൊക്കെയാണ്? ഇതിൽ തന്നിരിക്കുന്ന സംഖ്യാ കാർഡുകളിൽ 31നേക്കാൾ വലിയ നമ്പർ 45ഉം 48ഉമാണ്. അപ്പോൾ അവിടെ 45, 48 എന്ന് എഴുതണം. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മാളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ചെറുതിൽ നിന്നും വലുതിലേക്ക് തന്നിരിക്കുന്ന നമ്പറുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്മോളസ്റ്റിൽ നിന്നും ലാർജസ്റ്റിലേക്ക്. അപ്പോൾ എങ്ങനെ എഴുതും? 3, 8, 16, 19, 23, 27, 31, 45, 48. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നമ്പറുകൾ തന്നിട്ട് അതിനെ വലുതിൽ നിന്നും ചെറുതിലോട്ടോ ചെറുതിൽ നിന്നും വലുതിലോട്ടോ എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ അറിയണം. അപ്പോൾ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണെങ്കിൽ ആദ്യം ചെറുത് എഴുതുക, എന്നിട്ട് വലിയ വലിയ നമ്പറുകൾ എഴുതി ഏറ്റവും വലിയ നമ്പറിൽ എത്തിച്ചേരുക. അതുപോലെ ലാർജസ്റ്റ് സ്മോളസ്റ്റ് ആണെങ്കിൽ ആദ്യം വലിയ നമ്പർ എഴുതണം, എന്നിട്ട് ചെറിയ ചെറിയ നമ്പർ എഴുതി ഏറ്റവും ചെറിയ നമ്പറിൽ എത്തിച്ചേരണം. നെക്സ്റ്റ് പേജ്, ആഡ് 1 ആൻഡ് സേ ദ നമ്പർ. ഒന്നുകൂട്ടി നമ്പറുകൾ പറയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വേർഡ്സിലാണ് തന്നിരിക്കുന്നത് 9. 9നോടൊപ്പം 1 കൂട്ടിയാൽ 10 ആവും അല്ലേ? 9 + 1 10. 19, 19നോടൊപ്പം 1 കൂട്ടിയാൽ 20 ആവും, 20. 29, 29നോടൊപ്പം 1 കൂട്ടിയാൽ 30 ആവും അല്ലേ? 30. 39നോടൊപ്പം 1 കൂട്ടിയാൽ എത്രയാവും? 40. 40 എന്നവിടെ എഴുതണം, 40. 49 എന്ന് പറയുമ്പോൾ 49നോടൊപ്പം 1 കൂട്ടിയാൽ 50 ആവും, 50. 59 59നോടൊപ്പം 1 കൂട്ടിയാൽ 60 ആവും അല്ലേ? അപ്പോൾ 60. 69 69നോടൊപ്പം 1 കൂട്ടിയാൽ 70, 70 ആവും. 79 79നോടൊപ്പം 1 കൂട്ടിയാൽ 80. 89 89നോടൊപ്പം 1 കൂട്ടിയാൽ 90. 99 99നോടൊപ്പം 1 കൂട്ടിയാൽ 100, 100 എന്നവിടെ എഴുതണം. റൈറ്റ് ദ എബോ നമ്പേഴ്സ് ഇൻ ഓർഡർ. മുകളിൽ തന്നിരിക്കുന്ന നമ്പറുകളെ ഓർഡറിന് എഴുതുക. 10 അവിടെ തന്നിട്ടുണ്ട്, ബാക്കി നമുക്ക് എഴുതാം. 20, 30, 40, 50, 60, 70, 80, 90, 100. 10 വീതം കൂടി 100ലെത്തി അല്ലേ? ഫൈൻഡ് ദ ആൻസർ യൂസിങ് കാൽക്കുലേറ്റർ. കാൽക്കുലേറ്ററിൽ തന്നിരിക്കുന്ന നമ്പറുകളുടെ ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 12 + 3, 12നോട് കൂടിയ 3 കൂട്ടിയാൽ എത്ര കിട്ടും? 12 + 3 = 15. 12ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട നമ്പർ ഏതൊക്കെയാണ്? 9 + 11 എത്ര കിട്ടും? 20. നമുക്ക് 20 എന്ന് കിട്ടും. 15 + 4 എത്ര കിട്ടും? 19 എന്ന് കിട്ടും. 7 + 13 എത്ര കിട്ടും? 20 എന്ന് കിട്ടും. 16 + 2 എത്ര കിട്ടും? 18 എന്ന് കിട്ടും. ഇനി അവിടെ ആൻസറായി 19 തന്നിട്ടുണ്ട്. 2 നമ്പറുകൾ കൂട്ടി 19 എന്ന് എഴുതണം. നമുക്ക് ഏതൊക്കെ നമ്പറുകൾ എഴുതാം? 18 + 1 എന്ന് എഴുതാമല്ലോ. അപ്പൊ 19 ആൻസർ കിട്ടുമല്ലോ. ഫൈൻഡ് ആൻഡ് സർക്കിൾ ഇറ്റ്. കണ്ടെത്തി വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ നമ്പർ സ്മാളർ ദാൻ 65. 65നേക്കാൾ ചെറിയ സംഖ്യ. ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ 65നേക്കാൾ ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കാം. 73, 84, 63, 92. അപ്പോൾ 65നേക്കാൾ ചെറിയ സംഖ്യ 63 ആണ്. അത് സർക്കിൾ ചെയ്യാം, അതിൽ വട്ടം വരയ്ക്കുക. ബാക്കിയെല്ലാം 65നേക്കാൾ വലിയ നമ്പറുകളാണ്. അടുത്തത് നോക്കിയേ, നമ്പർ ബിറ്റ്വീൻ 25 ആൻഡ് 35.
25നും 35നും ഇടയിൽ വരുന്ന ഒരു സംഖ്യ ഏതാണ്? 24, 29, 38, 22, 36. അപ്പോൾ 25നും 35നും ഇടയിൽ വരുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് 29, 29 അല്ലേ? അതിനിടയിൽ വരുന്ന 29 മാത്രമേ ഉള്ളൂ. അപ്പോൾ 29 സർക്കിൾ ചെയ്യുക. എന്ത് ചെയ്യുക? വട്ടം വരയ്ക്കുക. 29. നമ്പർ ലാർജർ ദാൻ 45. 45നേക്കാൾ വലിയ ഒരു സംഖ്യ ഏതാണിതിൽ? 45നേക്കാൾ വലിയ സംഖ്യ തന്നിരിക്കുന്ന സംഖ്യകൾ 44, 42, 54, 36, 40. അപ്പോൾ 45നേക്കാൾ വലിയ സംഖ്യ 54 ആണ്. അപ്പോൾ നമുക്ക് അത് വട്ടം വരയ്ക്കാം. നമ്പർ ഗോട്ട് ബൈ ആഡിങ് 20 ആൻഡ് 20. 20ഉം 20ഉം തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ, കൂട്ടി കിട്ടുന്ന സംഖ്യ ഏതാണ്? 20ഉം 20ഉം കൂട്ടിയാൽ നമുക്ക് 40 കിട്ടുന്നത് അല്ലേ? തന്നിരിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന നമ്പേഴ്സ് 40, 30, 50, 60, 25. അപ്പോൾ 20 + 20 = 40 ആണ്. അപ്പോൾ നമുക്ക് 40 വട്ടം വരയ്ക്കാം. ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ദ ഗ്രൂപ്പ്. തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 86, 68, 88, 63, 82. ഏതാണ് വലിയ നമ്പർ? ഏറ്റവും വലിയ സംഖ്യ 88, 88 ആണ്. അപ്പോൾ അത് സർക്കിൾ ചെയ്യാലോ. നെക്സ്റ്റ്, നമ്പർ ഗോട്ട് ബൈ ആഡിങ് 40 ആൻഡ് 6. 40ഉം 6ഉം തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? 40ഉം 6ഉം കൂട്ടിയാൽ നമുക്ക് 46 കിട്ടും. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ 64, 46, 44, 66 ആണ്. ആൻസർ 46. അത് വട്ടം വരയ്ക്കുക. 46 സർക്കിൾ ചെയ്യുക. നമ്പർ ഗാർലൻഡ്, സംഖ്യാമാല. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. അതിൽ വിട്ടുപോയ നമ്പേഴ്സ് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നോക്കിയേ, 16 അവിടെ തന്നിട്ടുണ്ട്. അതിന് മുന്നേ ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും? 16ന് മുന്നേ ഉള്ള നമ്പർ 15 ആയിരിക്കും. അതവിടെ എഴുതുക. 15, 16, 17, 18. 18 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ 19. അത് കഴിഞ്ഞ് 20. അത് കഴിഞ്ഞ് 21, 22 അവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, അടുത്ത സംഖ്യാമാല യെല്ലോ. അവിടെ ആദ്യത്തെ 2 നമ്പറുകൾ തന്നിട്ടില്ല. അത് കഴിഞ്ഞ് 33, 32. അപ്പോൾ 33ൽ നിന്നും 1 കുറഞ്ഞ് 32 അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്പറുകൾ എഴുതാമല്ലോ. ഏതായിരിക്കും? 33ന് മുന്നേ വരുന്ന നമ്പർ 34 ആയിരിക്കും. അതിന് മുന്നേ വരുന്ന നമ്പർ 35 ആയിരിക്കും. അപ്പോൾ 34, 35 ആദ്യത്തെ 2 നമ്പറുകൾ എഴുതുക. അതിനുശേഷം 32ൽ നിന്നും 1 കുറച്ച് 31, അതിൽ നിന്നും 1 കുറച്ച് 30, അതിൽ നിന്നും 1 കുറച്ച് 29, 28 അവിടെ തന്നിട്ടുണ്ട്. ഇനി ബ്ലൂ സംഖ്യാമാല നോക്കിയേ. 10, 12. 10നോടൊപ്പം 2 കൂട്ടി 12 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 10ഉം 12ഉം തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 കൂട്ടി നമ്മൾ എഴുതണം. 12 കഴിഞ്ഞ് 2 കൂട്ടുമ്പോൾ 14, 16, 18. അത് കഴിഞ്ഞ് 20, 22 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും 2 കൂട്ടി 24 അവിടെ എഴുതണം. നെക്സ്റ്റ് നോക്കിയേ, വയലറ്റ് സംഖ്യാമാല നോക്കിയേ. ആദ്യത്തെ നമ്പർ തന്നിട്ടില്ല. അതിനുശേഷം 13 തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 11, 9, 7. അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി 13 കഴിഞ്ഞ് 2 നമ്പർ കുറഞ്ഞാണ് 11 ആയത്. അത് കഴിഞ്ഞ് വീണ്ടും 2 കുറഞ്ഞു 9 ആയി. അത് കഴിഞ്ഞ് വീണ്ടും 2 കുറഞ്ഞു 7 ആയി. അപ്പോൾ ആദ്യത്തെ നമ്പർ എത്ര ആയിരിക്കും? 15 ആയിരിക്കും അല്ലേ? 15, 13, 11, 9, 7. 7 കഴിഞ്ഞ് വീണ്ടും 2 കുറയുമ്പോൾ 5, 3, 1. അതവിടെ എഴുതണം. അടുത്ത് നോക്കിയാൽ അടുത്ത സംഖ്യാമാല. അവിടെ 35 എന്ന് 4ാമത്തെ സംഖ്യയായിട്ട് തന്നിട്ടുണ്ട്. ബാക്കിയൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് 5 വീതം കൂട്ടി പോവാം. അപ്പോൾ 35ന് മുന്നേ ഏതായിരിക്കും? 30 ആയിരിക്കും. അതിന് മുന്നേ 25 ആയിരിക്കും. അതിന് മുന്നേ 20 ആയിരിക്കും അല്ലേ? അപ്പം നമ്മളത് വായിക്കുകയാണെങ്കിൽ 20, 25, 30, 35 അവിടെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും 5 കൂട്ടി 40, വീണ്ടും 45, വീണ്ടും 50, വീണ്ടും 55 എന്ന് എഴുതണം. നെക്സ്റ്റ് പേജ് ബബിൾ ഷൂട്ട്. അവിടെ താഴെയായിട്ട് എഴുതിയിട്ടുണ്ട് 5 ലൈൻസ് ആർ ഡ്രോൺ ഫ്രം 50. 50ൽ നിന്നും 5 പത്തുകളാണ് വരച്ചു ചേർത്തത് അല്ലേ? 5 ബബിളിലേക്ക് വരച്ചു ചേർത്തു. അപ്പോൾ 50 ക്യാൻ യു ഡ്രോ ലൈൻസ് ലൈക്ക് ദിസ് ഫോർ അതർ നമ്പേഴ്സ്. ഇതുപോലെ ബാക്കിയുള്ള നമ്പേഴ്സിനും നിങ്ങൾക്ക് ലൈനുകൾ വരയ്ക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺലി 1 ലൈൻ ടു ഈച്ച് ബബിൾ. ഓരോ ബബിളിലേക്കും ഒരു ലൈൻ മാത്രമേ വരയ്ക്കാവുള്ളൂ. അതുപോലെ ലൈൻ ഷുഡ് നോട്ട് ടച്ച് വൺ അനദർ. ഓരോ ലൈനുകളും തമ്മിൽ ടച്ച് ചെയ്യാനും പാടില്ല, തൊടാനും പാടില്ല.
എങ്കിൽ നമുക്ക് ഓരോ നമ്പറിനും ലൈനുകൾ വരച്ചു ചേർക്കാം. 50ക്ക് 5 ബൗളിലേക്ക് വരച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ 30ക്കോ 3 10ലേക്ക് വരച്ചു ചേർക്കണം. വരയ്ക്കാമല്ലോ. 3 10കൾ വരച്ചു ചേർത്തു. ഇനി എന്ത് ചെയ്യണം? 80ക്ക് എത്ര 10കൾ വരയ്ക്കണം? 8 10കൾ അതിലേക്ക് വരച്ചു ചേർക്കണം. അടുത്തത് 20ക്ക് എത്ര 10കൾ വരച്ച് ചേർക്കണം? 10 + 10 ആണ് 20. അപ്പോൾ 2 10കൾ വരച്ച് ചേർക്കണം. അടുത്തത് ഏതാ നമ്പർ? 40 40ന് എത്ര 10കൾ വരച്ച് ചേർക്കണം? 4 10കൾ 40ലേക്ക് വരച്ച് ചേർക്കണം. താഴെയായി ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി ലൈൻസ് വിൽ യു ഡ്രോ ഫ്രം 90? എങ്കിൽ 90ലേക്ക് എത്ര 10കൾ വരച്ച് ചേർക്കേണ്ടി വരും? 9 ലൈനുകൾ വരച്ച് ചേർക്കേണ്ടി വരും അല്ലേ? 9 ലൈനുകൾ വരച്ച് ചേർക്കുമ്പോൾ 90 ആവും. നെക്സ്റ്റ് പേജ് നോക്കാം. ജോയിൻ ആൻഡ് കളർ. നമുക്ക് യോജിപ്പിക്കുകയും വേണം, കളർ ചെയ്യുകയും വേണം. താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കളർ ദ പിക്ചർ യു ഗെറ്റ്. നിങ്ങൾക്ക് കിട്ടുന്ന പിക്ചറിൽ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ആ ഡോട്ടുകൾ ജോയിൻ ചെയ്യാം. ഓക്കെ, ഡോട്ടുകൾ ജോയിൻ ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾ കളറും കൊടുക്കുമല്ലോ. അപ്പോൾ ആദ്യത്തെ ചിത്രം നോക്കിയേ. ആദ്യത്തെ ചിത്രത്തിൽ 10 കഴിഞ്ഞ് 20ലോട്ട് വരയ്ക്കുക, പിന്നെ 30ലോട്ട്, പിന്നെ 40ലോട്ട്, പിന്നെ 50ലോട്ട്, പിന്നെ 60ലോട്ട്, പിന്നെ 70, 80, 90, 100. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിലെയും ഡോട്ടുകൾ വരച്ചു ചേർക്കുക. കിട്ടിയ ചിത്രങ്ങൾ കളർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ 7ാമത്തെ ചാപ്റ്ററായ മോർ ആൻഡ് ലെസ്സുമായി കാണാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഒന്നുകൂടി പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.